ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ന്യൂനപക്ഷ പദവിയും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖ്യ പ്രവേശന കവാടത്തിൽ പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശവുമായി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി. ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക സ്ഥാപനങ്ങളും ഈ മാർഗനിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പാക്കാനാണ് നിർദ്ദേശം. കഴിഞ്ഞ മാസം ബംഗളൂരുവിൽ നടന്ന ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി സമ്മേളനം തയ്യാറാക്കി അംഗീകരിച്ച് പുറത്തിറക്കിയതാണ് ഈ സർക്കുലർ. ലേബി സജീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ലേബി സജീന്ദ്രൻ, സർക്കുലറിന്റെ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുജയ, തുടർച്ചയായി രാജ്യത്ത് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സർക്കുലർ ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതി ഇറക്കിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ ചേർന്ന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു രൂപരേഖയ്ക്ക് അന്തിമ അംഗീകാരം ലഭിച്ചിരുന്നു. അതേ തുടർന്നാണ് രണ്ട് ഭാഗങ്ങളായി സർക്കുലർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എല്ലാ മതങ്ങളോടും തികഞ്ഞ സഹിഷ്ണുത പുലർത്തണം എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. ഇതര മതങ്ങളുടെ മേൽ കത്തോലിക്ക മത തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കരുത്, കത്തോലിക്ക മത പാരമ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. എല്ലാ സർക്കാർ നിയമങ്ങളും ചട്ടങ്ങളും സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങളും ഇവിടെ ആഘോഷിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ന്യൂനപക്ഷ പദവിയും കെട്ടിടത്തിന്റെ മുഖ്യ പ്രവേശന കവാടത്തിൽ പ്രദർശിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ ശക്തമായ ചുറ്റുമതിൽ ഉപയോഗിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണം. ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക സ്ഥാപനങ്ങളും ഈ മാർഗനിർദ്ദേശം കൃത്യമായി പാലിക്കണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതി ഇത്തരത്തിലൊരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൈമാറിയിട്ടുണ്ട്. സുജയ.